ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. സ്റ്റെപ്സ് ടു അച്ചീവ് ഗോൾസ്. നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം. നമുക്കെല്ലാം ഒരുപാട് ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ട്. എങ്ങനെ ആ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാം? അതിനായി നാം സ്വപ്നം കാണുക, ആ സ്വപ്നത്തെ നാം നടന്നതായി വിശ്വസിക്കുക. അതിനുശേഷം അതിനു വേണ്ടി വീക്ക്ലി ഗോൾസും മന്ത്ലി ഗോൾസും എല്ലാം പ്ലാൻ ചെയ്യാം. ഗോൾസ് സെറ്റ് ചെയ്ത ശേഷം അതിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എനിക്ക് ആ ലക്ഷ്യം നേടാൻ സാധിക്കുമോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാം. നാം ഒരു ഗോൾസിൽ എത്തിച്ചേരാൻ എത്തുന്ന സമയത്ത് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിനെ എല്ലാം ഓവർകം ചെയ്യാം. രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടോ നമുക്ക് വന്നേക്കാം. ഓവർകം ചെയ്ത ശേഷം ആ ഗോൾസിലേക്ക് എത്തിച്ചേരാം. നമുക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ മാറ്റിയെടുക്കാം. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ പോസിറ്റീവാക്കി എഴുതാം. നാം ആ ഗോൾസ് നേടുന്നത് വരെ ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണെന്ന് പറയാം. നമുക്ക് നമ്മുടെ ഗോൾസിലേക്ക് എത്തിച്ചേരാനുള്ള മടിയാണ് എന്നുണ്ടെങ്കിൽ ആ മടിയെ മാറ്റിയെടുക്കാം. മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങളും ഓരോ നിമിഷവും ചെയ്യുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ പാഷനേറ്റാക്കി ചെയ്തെടുക്കാം. നമുക്ക് അതിലൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നടക്കും. ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു മെത്തേഡ് പറയാം. സെറ്റ് ഗോൾസ്, മേക്ക് പ്ലാൻ, get to work, stick to it, reach goal. First step, set goal. Second, make a plan. Third, get to work. Fourth, stick to it. Fifth, reach goal. നാം നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം എല്ലാ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും ഈ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ടൈം മാറ്റിവെക്കുക. അതിൽ ഒരു ഡിസ്റ്റർബൻസും പാടില്ല. ഫുള്ളി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ദിവസം വന്നാലും നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു സമയം, ആ ഒരു ദിവസത്തേക്ക് നമ്മൾ മാറ്റിവെക്കാം. ഇതുപോലെ കൺസിസ്റ്റൻ്റായി നമുക്ക് ഒരു 30 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കാം. കണ്ടിന്യൂസ് 30 ഡേയ്സ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു ഹാബിറ്റ് പതിയാൻ 21 ദിവസമാണ് വേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം 21 ദിവസം നമ്മൾ അരമണിക്കൂർ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ മാറ്റിവെക്കുമ്പോൾ വിഷ്വലൈസേഷൻ എന്ന പ്രോസസ്സ് വഴി ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. ഈ ഒരു കാര്യം 21 ദിവസം വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജി കൈവരുന്നു. ഇതിനോടൊപ്പം നാം ഹാർഡ് വർക്ക് കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഗോളിനായി എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, അതിനായി എന്തൊക്കെ മാറ്റിവെക്കുന്നു, എന്തെല്ലാം സ്വപ്നങ്ങൾ നാം കാണുന്നു എന്നതും പ്രധാനമാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിശ്വാസം വേണം. വിശ്വാസവും എല്ലാം നടക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം നമ്മുടെ സ്വപ്നങ്ങൾക്കായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് എല്ലാം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോവുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.